അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ സൂപ്പർ കൊടുക്കുന്നത്, ഇപ്പോൾ സൂപ്പർ കൊടുക്കാനുള്ള സീസണായി വരുന്നു. അപ്പോൾ നമുക്ക് സൂപ്പർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനത് പറയാം. ഇതിപ്പോൾ പെട്ടിക്കകത്ത് വേണമെങ്കിൽ നോക്കുക ഈച്ചയുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്. ഈച്ച നിറഞ്ഞിരിക്കുന്നു, ടോപ്പിലോട്ട് കയറി വരുന്നു. ഓക്കെ, അപ്പോൾ പതിയെ നമ്മൾ ഈ സൂപ്പർ എടുത്ത് മാറ്റി വെച്ചു. ഫീഡിങ് ചിരട്ട എടുത്ത് മാറ്റുകയാണ് പയ്യെ. അതിനുശേഷം നമ്മൾ സൈഡിലിരിക്കുന്ന റാഗൽ ഈ സൈഡിലിരിക്കുന്ന എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ടും തേനും പൂമ്പൊടിയും ആയിരിക്കും ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് നോക്കിയാൽ അറിയാം ഇതിനകത്ത് തേനാണ് നിറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അന്നേരം നമുക്ക് ഈ വിരിയാനുള്ള പുഴുവുള്ള മുട്ട നമുക്ക് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാണ് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മളിതിലുള്ള ഈച്ചയെ പതിയെ ഓൾമോസ്റ്റ് ഈച്ച ഇറങ്ങി നമ്മൾ പയ്യെ കുടയാണ്. നമ്മൾ ഈ അടയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സൂപ്പറിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അന്നേരം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സൈഡിലെ അടയിൽ നമുക്ക് അവർ തേൻ നിറച്ച് വയ്ക്കുകയും പൂമ്പൊടി ആയിരിക്കും. ചില അവസരത്തിൽ അതിനകത്ത് മുട്ടയുള്ള റാഗലായിരിക്കാം വരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ റാണി ഉണ്ടോ നമ്മൾ ആദ്യമേ എടുത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഊതി ഈച്ച ഇറക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ റാണി നമുക്ക് നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ നമുക്ക് അത് റാണി ഉണ്ടെങ്കിൽ നമ്മളതിനെ വേറെ അട തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് റെഡിയാക്കി വെച്ചു, സൂപ്പറിൽ വയ്ക്കാനുള്ള റീപ്പുകൾ റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഒരു പ്ലേറ്റ്, അപ്പോൾ ആ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റിൽ ഇത് വച്ചതിന് ശേഷം ഈ അട നമ്മൾ, ഇതൊരു പഴയ അടയാണ്, അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു 2 വിരൽ ഇതിൽ നമ്മൾ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുകയാണ്. ഇത് നമുക്കായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മളിവിടെ വയ്ക്കുന്നു. വെച്ചതിന് ശേഷം അവരെ ശല്യം ചെയ്യാതെ നമ്മൾ പതിയെ ഇത് രണ്ടാമത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു കാര്യം കൂടെ ചെയ്യാം, ഇതൊന്ന് വൃത്തിയാക്കി വെച്ചേക്കാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പം വരും. ഓക്കെ, ഞാൻ സൈഡിൽ വീതി കൂടി ഇരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയണ്ടേ? ലെവലാക്കി ഇല്ല, അത് സാരമില്ല, അത് സാരമില്ല. ഓക്കെ, ഇനിയിപ്പം നമ്മൾ സൂപ്പർ എടുത്ത് മേളിലേക്ക് വെച്ചു. ഇത് നമ്മൾ ഈ ഇങ്ങനെ കോണാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കോടായിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 ഇടത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ? ഒരു മിനിറ്റ്. ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തു. അതായത് ഇങ്ങനെ ഈവൻ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിത് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കോണിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വളർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ 3 വയ്ക്കാൻ പോകുന്നത്. ഇത് 1, 2, ഇത് 3, ഇതും കൂടെ വേണം നമുക്കൊരു കോണിക്കൽ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 4 അടകളിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം, അതായത് ഇതിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടെന്നാണ് ഒരു പരീക്ഷണത്തിൽ മനസ്സിലായത്. പിന്നെ രണ്ടാമതൊന്നുകൂടി ഉണ്ട്. നമ്മൾ പുതിയ അട നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുതിയ അട നമ്മൾ മുട്ട ഫുള്ളാവാത്ത, അതായത് ചെറിയ മുട്ട, കുഞ്ഞ് വരമുട്ടയുള്ളതും ചെറിയ പുഴുക്കളുള്ളതുമായിട്ടുള്ള അട നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് വെള്ളം കളഞ്ഞുകയാണെങ്കിൽ അവരതിൻ്റെ അകത്ത് എല്ലാം ക്ലീൻ ആക്കിക്കോളും. അത് നമ്മൾ തിരിച്ചു വെച്ച് കൊടുക്കുമ്പോൾ അത് പണിത് കയറ്റിക്കോളും. അപ്പോൾ ഇതിപ്പം നമ്മൾ പഴയ അട ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുന്നു.
പിന്നെ പുതിയ അടയും അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് വേണം ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഇതിപ്പം ഇങ്ങനെയാണ് ഈ അടയുടെ ഷേപ്പ്. അത് നമ്മൾ തിരിച്ചു വയ്ക്കും, അതായത് ചോട് ഭാഗം മേളിലേക്കാക്കി ഇങ്ങനെ. റബ്ബർ ബാൻഡ് ഇട്ടു നമ്മൾ ഇങ്ങനെ വയ്ക്കും. നമ്മൾ 4 എണ്ണമാണ് വയ്ക്കുന്നത്. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്കാണെന്നുള്ള മനസ്സിലല്ല, നമ്മൾ ആ ഓർഡർ അനുസരിച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഓക്കെ, അത് കഴിഞ്ഞ്